അപ്പം പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് 2 വലിയ സവാള എടുത്ത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിരുമ്മി അതിന്റെ വെള്ളം കളഞ്ഞെടുക്കണം. ഇതിങ്ങനെ തിരുമ്മി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മളിത് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ തിരുമ്മിയിട്ട് ഇതിന്റെ വെള്ളം പിഴിഞ്ഞ് കളയണം. സവാള ഉപ്പിട്ട് തിരുമ്മി അതിന്റെ വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് കുക്ക് ചെയ്യണത്, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി അതൊന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. സവാള ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. അതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാധാരണ ചില്ലി പൗഡർ, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള. ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ട് എടുക്കുന്ന സാധനമാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. കസൂരി മേത്തി നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇപ്പൊ കസൂരി മേത്തി ഇല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഉലുവ ചേർത്ത് ഇടാൻ പാടില്ല കേട്ടോ. കസൂരി മേത്തി തന്നെ ചേർക്കണം. അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് നല്ല ഫ്ലേവർ വരും. അപ്പോൾ കിട്ടാൻ 2 പച്ചമുളകും കൂടി ചേർക്കണം നമുക്ക്. ഇതിൽ ചേർക്കാൻ പോണത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. കട്ട തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സവാള നേരത്തെ അതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇനി ഉപ്പിടാനായിട്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ചിക്കൻ ഇപ്പോൾ മസാലയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വെളുത്തുള്ളി ഈ അളവിലെടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെയും ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊണ്ട് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി വേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് കൂടുതൽ മല്ലിയില വേണം ഇതിലേക്ക്. ഒരു പാത്രത്തിൽ ഇത്രയും മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതും ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മല്ലിയിലയും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞു പോകരുത്, ഇതുപോലെ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ട് നേരത്തെ സവാള വറുത്തെടുത്ത ബാക്കി വന്ന ഓയിലിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മല്ലിയില നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്നതും കൂടി ഇട്ട് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് വേവില്ല. ചെറിയൊരു പുളിപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു പകുതി നാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഞാൻ ചേർക്കുന്നുണ്ട്.
ചിക്കൻ ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം പൊറോട്ട ഇവിടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.